ഇന്ന് അങ്ങോട്ട് ഉള്ള സമയം കൊണ്ട് ഗപ്പിക്കുളം വൃത്തിയാക്കാതെ തീരുമാനിച്ചു. എൻ്റെ അമ്മയും അനിയത്തിയും പിന്നെ എൻ്റെ മക്കളും എല്ലാവരും ചേർന്നിട്ടാണ് ഗപ്പിക്കുളം വൃത്തിയാക്കണം കേട്ടോ. ഗപ്പിക്കുളം പല തവണ കാണിച്ചെങ്കിലും ഗപ്പികൾ ഇതുവരെ കാണിച്ചില്ല. നിങ്ങളങ്ങോട്ടൊന്ന് നോക്കിയേ, എന്താ ഗപ്പികളുടെ ഒരു ചാകര. അമ്മയും അനിയത്തിയും കൂടിയിട്ട് ഒരു കുഞ്ഞു ഗപ്പിയെ പോലും മിസ്സാവാതെ എല്ലാത്തിനെയും അരിച്ചരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഗപ്പിക്കുളം മുഴുവൻ നന്നായിട്ട് പാല് കെട്ടിയിരിക്കണം. ഒരു ദിവസം നമ്മൾ നോക്കുമ്പോണ്ട് ഈ ഗപ്പിക്കുളത്തിലെ ഗപ്പികളൊക്കെ മലർന്ന് നീന്തണം. എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു. അന്നാണ് അമ്മ അച്ഛനെ കൊണ്ട് നല്ലൊരു ഷീറ്റ് വാങ്ങിച്ചിട്ട് ഈ ഗപ്പിക്കുളത്തിലിട്ട് ഗപ്പികളേനൊക്കെ അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യണത്. അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ നൂറുകണക്കിന് ഗപ്പികളൊന്നും അല്ലുള്ളത്. സത്യം പറഞ്ഞ ആയിരക്കണക്കിന് ഗപ്പികൾ അതിലുള്ളത്. നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്തൊക്കെ ഇവ ചത്തുപൊന്തും. ഓവറായിട്ട് കെയർ ചെയ്താൽ അങ്ങനെയാണല്ലോ. അമ്മ അതേ ഗപ്പികളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി പായലൊക്കെ ഉരച്ച് കഴുകി ഒരു തുണിയും കൊണ്ട് അതിലുള്ള മണ്ണുകളൊക്കെ ഒപ്പി കളയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിൽ നല്ല വെള്ളം അങ്ങോട്ട് നിറച്ചു. ഇനി പ്രിമ അതിലോട്ട് ഗപ്പികളെ റിലീസ് ചെയ്യുക. ഒന്ന് നോക്കിയ എൻ്റെ ഗപ്പിക്കുട്ടന്മാരെ, എന്തൊരു സന്തോഷം അവർക്ക്. അവരാ പുതിയ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് നീന്തി തുടിക്കുകയാണ്. ഇതാ പല തവണ എൻ്റെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഗപ്പിക്കുളം പല തവണ കാണിച്ചു, പക്ഷെ അതിലൊരു ഗപ്പിയെ പോലും കാണിച്ചില്ലല്ലോ എന്നുള്ളതാ. ഇപ്പം കണ്ടില്ലേ, ഗപ്പി ഉണ്ടെന്ന് ചുമ്മാ പറയല്ല. കുറച്ച് ഗപ്പിയൊന്നല്ല നമ്മുടെ കയ്യിലുള്ള, ഒരുപാട് ഗപ്പികൾ തന്നെ ഉണ്ട്. പല കളറിലുള്ളവയാണ് കേട്ടോ. നീലയും ഓറഞ്ച് ബ്ലാക്ക് പല സൈസിലുള്ളതും പല കളറിലുള്ളതും. പക്ഷെ അതൊന്നും ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കിട്ടണില്ല. എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാലും എൻ്റെ കയ്യിലെ ഗപ്പികളെ ഇങ്ങനെയെങ്കിലും കാണിച്ചു തരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക്.